നമസ്കാരം, വെൽക്കം ടു മഹാബലിപുരം. അപ്പോൾ നമ്മൾ മഹാബലിപുരത്താണുള്ളത്. ചെന്നൈയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള മഹാബലിപുരം എന്ന പുരാതന കാഴ്ചകൾ ഉള്ള സൈറ്റിലാണുള്ളത്. അപ്പോൾ മഹാബലിപുരം ചെറിയ ആ പട്ടണമാണ്. ആ പട്ടണത്തിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ കോമ്പൗണ്ടിൽ വെച്ചിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് നടന്നു പോകാനുണ്ട് ഈ സൈറ്റിലേക്ക്. മഹാബലിപുരത്തിൻ്റെ യഥാർത്ഥ കാഴ്ചകൾ അവിടെയാണുള്ളത്. അപ്പോൾ ഈ മഹാബലിപുരത്തിൻ്റെ കാഴ്ചകൾ ഉള്ള ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചെന്നൈയിൽ നിന്നാണ് മഹാബലിപുരത്തേക്ക് ഞാൻ വന്നത്. ചെന്നൈയിലെ മറീന ബീച്ചിൻ്റെയും മൈലാപ്പൂർ പള്ളിയുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മറീന ബീച്ചിൽ നിന്ന് ഒരു ബസ്സിന് കയറിയിട്ടാണ് ഈ പറയുന്ന മഹാബലിപുരം എന്ന സൈറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഹാബലിപുരം വരെ എത്തിയ കാഴ്ചകളാണ് കണ്ടത്. ഇനി നമ്മൾ മഹാബലിപുരത്തെ ഓരോ കാഴ്ചകളിലേക്കുമാണ് പോകുന്നത്. ഇത് മഹാബലിപുരത്തെ ആ ചെറിയ ബസ് സ്റ്റാൻഡ്, ഒരു ബസ് കടന്നു പോകുന്നത് കാണാം. ആദ്യം നമ്മൾ മഹാബലിപുരത്തെ ഈ പട്ടണത്തിൽ നിന്നും ആദ്യം കാണാൻ പോകുന്നത് ഷോർ ടെമ്പിളാണ്. ഷോർ ടെമ്പിളിലേക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. ഈ വഴിയാണ് പ്രസിദ്ധമായിട്ടുള്ള ഷോർ ടെമ്പിളിലേക്ക്, ആ തീരദേശത്തുള്ള വലിയ ക്ഷേത്രത്തിലേക്ക്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെയുള്ള ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ വലിയൊരു കുളത്തിന്റെ കാഴ്ചയുണ്ട്. ആ കാഴ്ച ഞാനൊന്ന് പകർത്തുകയാണ്. കുളത്തിന്റെ നടുവിലായി തന്നെ വലിയ ഒരു ശില്പം മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാം. അതിൻ്റെ കാഴ്ചകളും പകർത്തി വീണ്ടും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വ്യത്യസ്തമായ കാഴ്ചയാണ്. ധാരാളം ശില്പങ്ങൾ വിൽക്കുവാൻ വെച്ചിരിക്കുന്ന കടകൾ, അവിടെ ശില്പങ്ങൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം. ഈ മഹാബലിപുരം പ്രദേശത്ത് കൃഷ്ണശിലകൾ ധാരാളമുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ വളരെ വിദഗ്ധരായിട്ടുള്ള കൊത്ത് പണിക്കാരും ഈ പ്രദേശത്ത് ധാരാളമായി കാണാം. അങ്ങനെ നമ്മൾ ഇനി ടിക്കറ്റ് എടുക്കുന്ന ഷോർ ടെമ്പിൾ കാണുവാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പ്രദേശത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ ശില്പ കൊത്തുപണികൾ നിർമ്മിക്കുന്ന പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടവും കടന്ന് ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന അതിൻ്റെ അടുത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ പോയി ടിക്കറ്റ് എടുക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്ത് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം പല സ്ഥലത്തും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യാൻ നിന്നില്ല, കാഴ്ചകൾ ഇവിടുത്തെയും കാണാമല്ലോ എന്ന് വിചാരിച്ച് ടിക്കറ്റ് നേരിട്ടെടുക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഈ മഹാബലിപുരത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് ഇന്ത്യക്കാർക്ക് 40 രൂപയും വിദേശികൾക്ക് 600 രൂപയുമാണ് ചാർജ്. അങ്ങനെ 40 രൂപയുടെ ടിക്കറ്റും എടുത്തിട്ട് ഷോർ ടെമ്പിളിന്റെ കാഴ്ചകളിലേക്ക് പോകുന്ന പ്രദേശത്തേക്കാണ് നടക്കുന്നത്. അങ്ങോട്ട് ക്യാമറയ്ക്ക് പ്രവേശനം ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ ഷോർ ടെമ്പിൾ കാണുന്നതിന് വേണ്ടി ടിക്കറ്റൊക്കെ അവിടെ കാണിച്ച് അകത്തേക്ക് കടക്കുകയാണ്. സാധാരണ ക്യാമറകൾക്കും ബാഗുകൾക്കും ഒന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല. മൊബൈൽ ഫോൺ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ മൊബൈൽ ഫോണിനാണ് ഇപ്പോൾ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോർ ടെമ്പിളിന്റെ അടുത്തേക്ക് ഏകദേശം ഒരു 200 മീറ്ററോളം നടക്കുവാനുണ്ട്. ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 3 മണിയോടുകൂടിയാണ്. നല്ല വെയിലുണ്ട്. പരിസരങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യ കാഴ്ചയിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്. പബ്ജി വണ്ടികളും ഇവിടെ ഓടുന്നുണ്ട്. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പബ്ജി വണ്ടികൾ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇനി ഷോർ ടെമ്പിളിന്റെ തീരക്ഷേത്രം എന്ന് വിളിക്കുന്ന ഷോർ ടെമ്പിളിന്റെ കോമ്പൗണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത്.
ഇത് ഇന്ത്യൻ ജിയോളജി വകുപ്പ് ആണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തുന്ന കാഴ്ച. അങ്ങ് ദൂരെ ഷോർട്ട് ടെമ്പിളിന്റെ ദൂരക്കാഴ്ച കാണാം. ഇവിടെ കുറെ വിദേശികൾ, ഏതാണ്ട് ജപ്പാൻ രീതിയിലുള്ള ആളുകൾ ഈ ക്ഷേത്രം കാണാൻ വന്ന് അതിന് ഗൈഡ് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇന്ത്യൻ സഞ്ചാരികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ ഉദ്യാനത്തിലൊക്കെ അവരുടെ യാത്ര ആഘോഷിക്കുന്ന കാഴ്ചയും കാണാം. ജപ്പാനിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. അവരെല്ലാം ഒറ്റ ഡ്രസ്സിലാണ്. ഇതാണ് ഷോർട്ട് ടെമ്പിളിന്റെ സൂം ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഉള്ള കാഴ്ച. അപ്പോ ഷോർട്ട് ടെമ്പിളിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. നടക്കുവാനുള്ള വഴികളൊക്കെ തന്നെ നല്ല വൃത്തിയായും ഭംഗിയായും തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഷോർട്ട് ടെമ്പിളിന്റെ അടുത്ത പ്രദേശങ്ങളെല്ലാം ബീച്ചുകളാണ്. അപ്പോ ഈ 3 മണി സമയമായത് കൊണ്ട് തന്നെ ഈ ബീച്ചിന്റെ പരിസരത്തൊന്നും അധികം ആളുകളെ കാണുന്നില്ല. അപ്പോ അവിടെ നിന്നുള്ള ആ ബീച്ചിൽ നിന്നും ക്ഷേത്രത്തിന്റെ അകലെയുള്ള കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇനി നമുക്ക് ഷോർട്ട് ടെമ്പിളിന്റെ തൊട്ടടുത്തേക്കുള്ള കാഴ്ചകൾ കാണുവാൻ വേണ്ടി പോകാം. ഷോർട്ട് ടെമ്പിളിന്റെ കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൂടുതലായി പരിശോധിക്കാം. അങ്ങനെ അതിന്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ ഷോർട്ട് ടെമ്പിളിന്റെ അടുത്ത ഭാഗത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഷോർട്ട് ടെമ്പിളിൽ എത്തുമ്പോൾ നമ്മൾ അകലെ നിന്ന് കാണുന്നത് പോലല്ല, ഗംഭീരമായ ഒരു പ്രദേശം മുഴുവൻ ഈ ഷോർട്ട് ടെമ്പിളിന്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കുഴി പരപ്പിൽ പ്രത്യേകമായ കരിങ്കല്ല് കൊണ്ട് തീർത്ത ഗംഭീരമായ നിർമ്മിതി തന്നെയാണ് ഇത്. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് ഈ മഹാബലിപുരത്തെ ഷോർട്ട് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയത്തെയാണ് ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഇത് തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ മണൽപ്പരപ്പിലൂടെ ധാരാളം ആളുകൾ ഇത് കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. ഗംഭീരമായ ശില്പവേലകളുടെ ഒരു കൂട്ടം തന്നെയാണ്. തീർച്ചയായും സന്ദർശിക്കേണ്ട, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന മഹാബലിപുരത്തെ ഈ തീരക്ഷേത്രം അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പിൾ. ഈ മഹാബലിപുരത്തിന് മാമല്ലപുരം എന്ന പേരുകൂടിയുണ്ട് എന്ന് ഓർക്കണം. അപ്പോ കുറെ, അതായത് ഇതിന്റെ ഏകദേശം ഒരു 50% നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഒരു 50% ഈ ഷോർട്ട് ടെമ്പിളിന്റെ കാഴ്ചകളായിട്ട് നമുക്ക് കാണുവാനുള്ളത്. പല്ലവ രാജവംശത്തിലെ നരസിംഹവർമ്മൻ AD 630-നും 668-നും ഇടയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇതിലെ ശില്പവേലകളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നന്ദികേശന്റെ ധാരാളം കരിങ്കല്ലിൽ കൊത്തിയ പ്രതിമകൾ നമുക്കിവിടെ ഇങ്ങനെ നിരനിരയായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ശിവക്ഷേത്രമാണെന്ന് ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അനുമാനിക്കുന്നത്. ധാരാളം നന്ദികേശ പ്രതിമകൾ. അപ്പൊ അവിടെ ബലിക്കല്ലെല്ലാം കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടക്കാം. ധാരാളം ആളുകളുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോ ക്ഷേത്രത്തിന്റെ ഉൾഭാഗങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് നടക്കുകയാണ്. അത് ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോ പ്രധാനമായും ആ ക്ഷേത്രം മാത്രമാണിപ്പോ കുറച്ചെങ്കിലും ഭേദപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. ബാക്കിയെല്ലാം തന്നെ കടൽക്കാറ്റേറ്റും പ്രകൃതിക്ഷോഭവും സുനാമിയും ഒക്കെ വന്ന് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇതിന്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ഉൾവശത്ത് ഫുള്ള് കരിങ്കല്ലിൽ പാകിയിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോ ഗംഭീരമായ ഒരു നിർമ്മിതി തന്നെയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് അടുത്തായി തന്നെ പല വിചിത്രമായ നിർമ്മിതികളുമുണ്ട്. അതിലൊന്നാണ് വലിയ ഒരു കരിങ്കല്ലിൽ തീർത്ത ഒരു ടാങ്കിന്റെ കാഴ്ച. ക്ഷേത്രത്തിലെ ജല ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചതാണെന്ന് അനുമാനിക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 1984 മുതൽ ഈ ക്ഷേത്രവും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ നിരവധി തമിഴ്, ഹിന്ദി, മലയാളം സിനിമകൾക്ക് ലൊക്കേഷനും ആയിട്ടുണ്ട് ഈ തീരദേശ ടെമ്പിൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇത് ഇന്നത്തെ രീതിയിൽ
ഗംഭീരമായി സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗം എന്ന് വിചാരിക്കുന്ന ആ സ്ഥലത്തേക്കാണ്. എനിക്ക് മുന്നിലായി തന്നെ കുറെ വിദ്യാർത്ഥികളും അങ്ങോട്ട് നടക്കുന്നുണ്ട്. പരിസരത്തൊക്കെ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നതും കാണാം. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പണിയാണ്. അവർ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ചൂടുകാറ്റും മണൽക്കാറ്റുമൊക്കെ ക്ഷേത്രത്തിന് കേടുപാട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗമെന്ന് വിചാരിക്കുന്ന സ്ഥലം. പുറകുവശത്തായി സൂര്യൻ കത്തി നിൽക്കുന്ന കാഴ്ച. കുറച്ച് ആളുകൾ ഇവിടെ ഫോട്ടോ എടുക്കലും മറ്റു കാര്യങ്ങളുമൊക്കെയായി നിൽക്കുന്നത് കാണാം. ക്ഷേത്രത്തിന്റെ അകത്ത് എന്താണ് കാഴ്ച എന്ന് അറിയാൻ വേണ്ടി ഞാൻ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തേക്ക് നീങ്ങുകയാണ്. തൊട്ടടുത്തേക്ക് നീങ്ങി അകത്തേക്ക് ക്യാമറ സൂം ചെയ്യുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ശിവലിംഗം പോലുള്ള ഒരു ശിലയാണ്. അതിന്റെ മുകളിലായി ഒരു പ്രാവ് ഇരിക്കുന്നു. അവിടെയെല്ലാം കാഷ്ടിച്ച് കൂട്ടിയിരിക്കുന്നതും കാണാം. ഒരു കാലത്ത് അതിഗംഭീരമായിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവസ്ഥയാണ് ഇന്നിപ്പോൾ. പിന്നെ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി തന്നെ മഹാബലിപുരത്തെ പ്രസിദ്ധമായ ഗോൾഡൻ ബീച്ചും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഹാബലിപുരത്തെ ഈ ഗോൾഡൻ ബീച്ച് ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അഴികൾക്കപ്പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ഗോൾഡൻ ബീച്ചിന്റെ കാഴ്ചകൾ കാണാൻ ബീച്ച് സജീവമായി വരുന്നതേയുള്ളൂ. അപ്പോ മഹാബലിപുരത്തെ അത്യന്തം വിചിത്രവും സുന്ദരവുമായ ഈ തീരക്ഷേത്രത്തിന്റെ ഷോർ ടെമ്പിളിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.